എനിക്ക് ക്രാബി പാറ്റിൻ്റെ സീക്രട്ട് ഫോർമുല വേണം. എനിക്ക് ആ സ്പോഞ്ച് ബോബിൻ്റെ അത് മേടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു ഐഡിയയുണ്ട് ഗൈസ്. ആ ബുദ്ധി ഞാൻ ഉപയോഗിക്കാൻ പോകുകയാണ്. സ്പോഞ്ച് ബോബിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് അവനെ തട്ടിക്കൊണ്ടു പോകുന്നു. തട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ പ്രിൻറ്റിങ് മെഷീനിൽ അവൻ്റെ മോന്ത വെച്ച് സ്കാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോൺസിനെ വിട്ടിട്ട് ക്രാബി പാറ്റിൻ്റെ സീക്രട്ട് ഫോർമുല ചോദിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഗൈസ്, നമുക്കിനി ടേൺ ലെഫ്റ്റ്. യെസ് ഗൈസ്, ഇപ്പം തന്നെ സ്പോഞ്ച് ബോബിൻ്റെ വീടെത്തും. അയ്യോ, മഴയോ? മഴ വന്നത് കാരണം നമുക്ക് സ്പോഞ്ച് ബോബിൻ്റെ വീട് വരെ എത്താൻ സാധിക്കുമോ? എൻ്റെ പൊന്നോ, ഭയങ്കര മഴയാണല്ലോ ഗൈസ്. ഗൈസ്, ഈ ഗ്യാരേജ് ഡോർ തുറന്നിട്ട് നൈസായിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ നല്ല മഴ കാറ്റടിച്ച് പെയ്യണുണ്ടല്ലോ. ഇവിടെ നിന്നപ്പം ഒത്തിരി മഴ കുറയാനുണ്ട് ഗൈസ്. നമുക്കിപ്പം തന്നെ സ്പോഞ്ച് ബോബിനെ തട്ടിക്കൊണ്ടുവരാം. ഈ മേനകയുടെ ചിരി ഇവിടെ നിന്നാ വന്നിരുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്പോഞ്ച് ഓറഞ്ച് എന്റെ പൊന്നോ, പ്ലാങ്ടൺ പ്ലാങ്ടൺ ഷിഞ്ഞാനെ രക്ഷിക്കാൻ വാ പ്ലാങ്ടൺ. മിണ്ടായിരിക്കടാ, ഇന്ന് ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടേ ഇരിക്കുള്ളൂ. കൊണ്ടുപോകും ഞാൻ നിന്നെ സ്പോഞ്ച് ബോബേ. ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോണടാ കേരള സ്പോഞ്ച് ബോബേ. എൻ്റെ പൊന്ന് ഈ സ്പോഞ്ച് ബോബിനെ തട്ടിക്കൊണ്ടു പോണേ. എൻ്റെ പൊന്നോ, ഈ തടിയെ കൊണ്ടുപോണേ. എനിക്ക് പ്ലാങ്ടൻ്റെ കൂടെ പോണ്ട. എടാ, ഇവിടത്തെ ഏതെങ്കിലും വണ്ടിയുടെ താക്കോൽ ഞാൻ എടുക്കും. നമുക്ക് ഇവിടത്തെ ഏതെങ്കിലും വണ്ടിയുടെ താക്കോൽ. താക്കോല് കിട്ടി. ഇത് ഏത് വണ്ടീൻ്റെ താക്കോല? മഹേന്ദ്ര താർ. സ്പോഞ്ച് ബോബി, നീ മര്യാദക്ക് വന്നു, അല്ലെങ്കിൽ നീ ചത്തിരിക്കും. എൻ്റെ പൊന്ന് പ്ലാങ്ടൺ, ഞാൻ ദേ വന്നു. അങ്ങനെ നീ വഴിക്ക് മര്യാദക്ക് വന്നോ, അല്ലെങ്കിൽ നീ ചാവട. സ്പോഞ്ച് ബോബേ, നിനക്ക് എന്നെ അറിയാൻ പാടില്ലാണ്ടാണ്. ഞാനേ കസ്റ്റി ക്രാബ് തന്നെ കത്തിച്ചളയും. പിന്നെ നിനക്ക് നീ ജോലി ഉണ്ടാവൂല. അത് വേണ്ട, എനക്കൊല്ലല്ലേ, അല്ലെങ്കിൽ ഞാൻ കരയും, അല്ലെങ്കിൽ ഇരുന്ന് ചിരിക്കും. എൻ്റെ പൊന്നു ഗേയ്സ്, ഇവനെ വണ്ടീൻ്റെ അകത്താക്കിയിട്ടുണ്ട്. 4 ഡോറ് ഞാൻ സെൻറ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇടാ, ഇനി നീ എങ്ങനെ രക്ഷപ്പെടുവടാ? ഗായ്സ്, നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് എന്നിട്ട് ഇവൻ്റെ പ്രിൻ്റ് എടുക്കാം. ഇവൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി എനിക്ക് കോപ്പി ഉണ്ടാക്കാൻ. ഗായ്സ്, എനിക്ക് തോന്നുന്നത് ഇവിടെ കോപ്പി മെഷീൻ ഉണ്ടാകുന്നു. ഇവിടെ കോപ്പി മെഷീൻ ഉണ്ടാകുന്നു തോന്നുന്നു ഗൈസ്. കോപ്പി മെഷീൻ ഉണ്ടാവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ചേട്ടാ എനിക്ക് ഇവൻ്റെ ഒരു കോപ്പി വേണം ഫേസിൻ്റെ. അതുപോലെ ഞാൻ ഇവൻ്റെ ഫേസിൻ്റെ 2, 3, 4 കോപ്പീസ് തരാം. ഓക്കെ ചേട്ടാ, നീ ഇവൻ്റെ മോന്തേൻ്റെ 2, 3, 4, 5 ഫോട്ടോ ഗൈസ്. ഓക്കെ, ഇവൻ്റെ ഫോട്ടോ എടുക്കാം ഗൈസ്. നമുക്ക് ഇവൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ചേട്ടൻ്റെ നമ്പറിലോട്ടൊന്ന് അയച്ചേക്കാം. അപ്പോൾ ചേട്ടാ നമ്പറിൽ ഇത് കിട്ടിയില്ലേ? മോനെ കിട്ടി. അപ്പോൾ ചേട്ടാ വേഗം എന്താ എന്നാ മോനെ പിടിച്ചോ സാധനം. ഗേൾസ്, നമുക്കങ്ങനെ നമ്മളെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇവൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, ഇവനെങ്ങാനും മിസ്റ്റർ ക്രാബ്സ് കാണാണ്ടോ എന്നറിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഗൈസ്. അതുകൊണ്ട് ഇവനെ തിരിച്ചു കൊണ്ടുപോയി വെക്കാം ഗൈസ്. ഇവനെന്താണ് അവിടെ നിന്ന് കളിക്കണം? എടാ ഡങ്കിരിയുടെ സ്പോഞ്ച് ബോബി, ഡങ്കിരിയുടെ സ്പോഞ്ച് ബോബി. അപ്പൊ ഗൈസ്, നമുക്കിവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കാം. ഗൈസ്, ഇവിടെ ഈ സ്പോഞ്ച് ബോബിനെ നമുക്കിവിടെ ഇറക്കിയിടാം.
ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പോവാം. കുറ്റങ്ങടങ്ങടങ്ങ ചാടി ചാടി പോകൂ. എന്ത് നടപ്പ് ഗൈസ്, നമുക്ക് ഓടിപ്പോവാം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഒളിത്താവളമായ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ പോവാം ഗൈസ്. ഹി ഹി ഹി. ഷോ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലോട്ട് എങ്ങനെ പോകും ഗൈസ്? ഐഡിയ ഗൈസ്, ഞാനങ്ങനെ എൻ്റെ ഐഡിയ യൂസ് ചെയ്ത് എവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് അവൻ്റെ ക്ലോൺ ഉണ്ടാക്കാൻ തുടങ്ങും. എത്ര പേപ്പറുണ്ട്? ഒരു 5 പേപ്പർ കിട്ടിയാണ്. അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഡ്രോപ്പ് നമുക്കൊരു പേപ്പറിലോട്ടിടാം. ഓക്കെ. എടാ, നീ പോയിട്ട് ആ സ്പോഞ്ചോവിൻ്റെ അടുത്ത് നിന്ന് ക്രാബി പാറ്റിയുടെ സീക്രട്ട് ഫോർമുല ചോദിച്ചിട്ട് വാ. ഓക്കെ പ്ലാങ്ക്ടൺ. നമുക്ക് ബോസ് പറഞ്ഞ പോലെ ചെന്ന് പറയാം ഗൈസ് അവൻ്റെ അടുത്ത് കാര്യം. എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് ഗൈസ്? ഹോ ഗൈസ്, നമ്മൾ ഇതിനെ കൂടി എസ്കേപ്പ് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. യെസ് ഗൈസ്. ഹജംബ 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 ഹജംബ. എടാ സ്പോഞ്ച് പോവേ, എൻ്റെ കൂട്ടുകാരൻ. വാ, എന്നെ പോലിരിക്കുന്ന ആള്. ഇവൻ എന്നെ പോലിരിക്കുന്ന കൊള്ളാല. ഹായ് എടാ, വാടാ നമുക്ക് കളിക്കാം. എടാ സ്പോഞ്ചുവേ, വാടാ നമുക്ക് കളിക്കാം. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. വാ 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 നമുക്ക് കളിക്കാം. ഗായ്സ്, അപ്പം നമ്മളാണ് ഞാനും സ്പോഞ്ചും കൂടി കളിക്കാനാണ് ഗായ്സ്. നമ്മുടെ പാട്രിക് എന്നാടാ, നമുക്ക് പാട്രിക്കിനെ വേണം. പാട്രിക് ബിക്കിനി പൊട്ടത്തിലുണ്ട്. ഓ എടാ വാടാ സ്പോഞ്ച് പോവേ. എന്ത് രസം അല്ലേ? അത് തന്നെയാടാ ഗായ്സ്. എന്ത് രസം, എന്ത് രസം, എന്ത് സുഖം ഗൈസ്. ഇവിടെ ഞങ്ങൾ രണ്ടും മാത്രമുള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. എടാ സ്പോഞ്ച് പോയാൽ വലിയ ഒരു ജമ്പടിച്ച് പോവാ. ഓക്കെടാ ക്ലോൺ മണ്ണേ. ഗായ്സ് 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 ഗായ്സ്, നമുക്ക് ഇനി ഇത്തിരി ഇവിടെ ഇരിക്കാം. ഷിറ്റ്, ആ സ്പോഞ്ച് പോയിട്ട് കുറേ നേരമായതാ. ഷിറ്റ്, ഇനി അടുത്ത ക്ലോണിനെയും കൂടി ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. ഓക്കെ ഗൈസ്, ഇനി പേപ്പർ എടുക്കണം, അടുത്ത ക്ലോൺ ഉണ്ടാക്കണം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ സിറം ഞാൻ ഒഴിക്കാൻ പോണാണ്. എടാ, നീയില്ലേ സ്പോഞ്ച് ബോബിനെ കാണരുത്. അവനെ കാണാണ്ട് നീ ഒരു സീക്രട്ട് ഫോർമുല അടിച്ചു മാറ്റണം. ഓക്കെ ബോസ്. ഗായ്സ്, ബോസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യണം. സ്പോഞ്ച് ബോബിനെ കാണാണ്ട് തന്നെ നമുക്ക് സീക്രട്ട് ഫോർമുല അടിച്ചു മാറ്റണം. സ്പോഞ്ച് ബോബ് എവിടെ പോയാലും അവൻ സീക്രട്ട് ഫോർമുല കൊണ്ടുവന്നിരിക്കും, അതെനിക്കറിയാം. ഗായ്സ്, നമുക്കിനി സ്പോഞ്ച് ബോബ് അപ്പം നീയും വന്നാ വാ വാ, നമുക്കിനി 3 പേർക്ക് കൂടി കളിക്കാനാ. നമുക്ക് 3 പേർക്ക് പാട്രിക്സ് കളിക്കാം. നല്ല രസമുണ്ടല്ലേ? അത് തന്നെയാടാ. ഷിറ്റ്, എനിക്ക് തോന്നുന്നു അവൻ പിന്നെയും പോയി സ്പോഞ്ച് ബോബിനെ കണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിന് ഒരുമിച്ച് വിടാൻ പോണാണ്. 3, 2, 1 ഞാൻ ഡ്രോപ്പ് ഒഴിച്ചേ. എടാ, നീ പോയി ക്രാബി പാറ്റിയുടെ സീക്രട്ട് ഫോർമുല അടിച്ചു മാറ്റി. ഓക്കെ ബോസ്. ഗായ്സ്, നമുക്ക് പോയി ക്രാബി പാറ്റീൻ്റെ സീക്രട്ട് ഫോർമുല അടിച്ചു മാറ്റാം. എൻ്റെ പേരാണ് സ്പോഞ്ച് ബോബുട്ടൻ. ഷോ, എൻ്റെ ക്ലോണും കൂടി വന്നിട്ടല്ലോ. എടാ സൂക്ഷിച്ചോടാ. ഓക്കെ 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 ഗായ്സ്, നമുക്കിനി വേഗം പോയിട്ട് നമ്മുടെ ക്ലോൺസിന് വരുത്താം. ഗായ്സ്, അപ്പം നമ്മ ഇങ്ങനെയാണ് കളിക്കല്ലേ ഇത്ര നേരം.
അത് സ്പോഞ്ചോയെ ഞാൻ നമുക്ക് കളി തുടങ്ങാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ പിടിക്കാൻ പാ. ഡൊങ്കിടിങ്കിടിങ് ഡൊങ്കിടിങ്കിടിങ് ഡൊങ്കിടിങ്കിടിങ്കിടിങ്കി ഡൊങ്കിടിങ്കിടിങ് 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 ഡൊങ്കിടിങ്കിടിങ്കിടിങ്കി ഡൊങ്കിടിങ്കിടിങ്. അഷോ ഞാനാ പിടിച്ച ഒറിജിനൽ സ്പോഞ്ച്. ഞാനാ പിടിച്ച ആരെങ്കിലും ആവട്ടെ. ഇനി നീ ഒറിജിനൽ സ്പോഞ്ച് നീ അണിയിച്ച്. ഒരു മിനിറ്റ് ഗൈസ്, ഈ അമ്മയുടെ കളർ എന്താ ചെറുതായിട്ട് മങ്ങണത്? ഗൈസ് ഇവനെന്താ വൈബ്രേറ്റ് ആവണത്? അഷോ ഗൈസ് ഇവൻ പെട്ടെന്ന് വാനിഷായി. അപ്പൊ എന്ത് ചെയ്യും ഗൈസ്? എനിക്ക് തോന്നുന്നു ഇവന്മാരെ ഒരു സമയം കഴിഞ്ഞാൽ വാനിഷാവും. എടാ സ്പോഞ്ചോ കൂട്ടന്മാരെ ബൈ ബൈ ബൈ. എടാ സ്പോഞ്ചോബേ ടാറ്റ ടാറ്റ. എടാ സ്പോഞ്ചോ കൂട്ടന്മാരെ ടാറ്റ. എടാ സ്പോഞ്ചോ കൂട്ട ടാറ്റ ടാറ്റ. നിങ്ങളിനി നാളെ കാണാം. ഗൈസ് അടുത്ത സ്പോഞ്ച് ബോബിന്റെ കോപ്പി വാനിഷായി. എന്റെ കോപ്പി അടുത്തത് വാനിഷായേ. അത് കുഴപ്പമില്ലടാ, ഞങ്ങ രണ്ടുമില്ലേ, നീ വിഷമിക്കണ്ട. അശോ ഇനി നീ വാനിഷാവാൻ പോണേന്ന് തോന്നണതാ. അത് വരാമോ വാനിഷായി. എടാ നീ കൂടി വാനിഷാവല്ലേടാ, വാനിഷാവല്ലേ. എടാ എനിക്കെന്തോ പറ്റണടാ. എനിക്കെന്തോ പറ്റണ. എടാ അപ്പം എനിക്ക് അവസാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എടാ ഗുഡ് ബൈ. എന്ത് കഷ്ടമാണ്. എൻ്റെ കോപ്പികൾ പോയേ. എന്ത് പറ്റിയാണ് സ്പോഞ്ചോ? എന്താ വരണം? എടാ എൻ്റെ ഒരു കോപ്പി ബ്ലാക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കി വിട്ടായത്. അതൊക്കെ കുറേ നേരം കഴിയുമ്പോൾ വാനിഷായി പോടാ. അയ്യേ ഇത്രയുള്ള നീ കരയല്ലേ ഗൈസ്. സ്പോഞ്ച് ബോബിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും ഗൈസ്. ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഗൈസ്. എന്നാലും നമുക്ക് സ്പോഞ്ച് ബോബിനെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം നിങ്ങളെല്ലാം ലൈക്ക് ബട്ടനൊക്കെ അടിച്ച് പൊളിക്ക്. ഗൈസ് ഇന്നത്തെ എടുത്തിട്ടുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.